വെൽക്കം ടു +1 അക്കൗണ്ടൻസി ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജേണൽ എങ്ങനെയാണ് ചെയ്യുക എന്നതാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എൻറ്റർ ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ജേണൽ ഓഫ് മിസ്റ്റർ അനിൽ. കുറേ ട്രാൻസാക്ഷൻസും തന്നിട്ടുണ്ട്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? ജേണൽ തയ്യാറാക്കണം. നമ്മൾ ജേണൽ വരച്ചിരിക്കുകയാണ്. നമുക്കിനി ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. 2017 January 1 അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹20,000. 20,000 രൂപയുമായി അനിൽ വ്യാപാരം ആരംഭിക്കുന്നു. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുന്നു. 1 January 2017 അഥവാ 1/1/2017. അനിൽ 20,000 രൂപയുമായി വ്യാപാരം ആരംഭിക്കുന്നു. 20,000 രൂപ വ്യാപാരത്തിലേക്ക് നിക്ഷേപിക്കുന്നു. വ്യാപാരത്തിലേക്ക് 20,000 രൂപ വരുന്നു. ക്യാഷ് കംസ് ഇൻ. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ക്യാഷ് കംസ് ഇൻ. ദെർഫോർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ 2 കുത്തിട്ടതിന് ശേഷം DR എന്നെഴുതുന്നു. 2 ആരുടെ ക്യാപിറ്റലാണ്? അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 2 അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ റൂളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ് എന്നും ഓർക്കേണ്ടതാണ്. എമൗണ്ട് കാണിക്കുക. 20,000 ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 20,000. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 20,000. ടു അനിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 20,000. ഇനി പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബ്രാക്കറ്റിൽ ട്രാൻസാക്ഷൻ്റെ ചെറിയൊരു വിവരണം, അതിനെയാണ് നരേഷൻ എന്ന് പറയുന്നത്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇത് ട്രാൻസാക്ഷനിൽ തന്നെയുണ്ട്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇത്രയും കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇടപാട് നമ്മൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യും. ശ്രദ്ധിക്കുക, ഡേറ്റ് കോളം മുതൽ അവസാനം വരെ അണ്ടർലൈൻ ചെയ്യുന്നില്ല. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക. 2017 January 10 രണ്ടാമത്തത്. ജനുവരി 10 10/1/2017 January 10 പെയ്ഡ് ഇൻ ടു ബാങ്ക് ₹14,000. ബാങ്കിലേക്ക് നൽകിയത് 14,000 രൂപ. ബാങ്ക് ബാലൻസ് കൂടുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് കുറയുന്നു, ബാങ്ക് ബാലൻസ് കൂടുന്നു. ബാങ്കിലേക്ക് നൽകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നതാണ് ജേണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ DR. 2 എവിടെ നിന്നാണ് എഴുതുന്നത്? ഈ അറ്റത്ത് നിന്നല്ല, ഈ പകുതിയിൽ നിന്ന്. 2 ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 14,000. 14,000 എമൗണ്ട് നമ്മൾ കാണിച്ചിരിക്കുന്നു. ഇവിടെ ട്രാൻസാക്ഷൻ്റെ ചെറിയ വിവരണം. പെയ്ഡ് ഇൻറ്റു ബാങ്ക്. നമ്മൾ രണ്ടാമത്തെ ഇടപാടും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുന്നു. ശ്രദ്ധിക്കുക. കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഇടപാട് പരിശോധിക്കാം. 2017 January 11 11/1/2017 എന്താണ്? ക്യാഷ് പർച്ചേസസ് ₹1,000. 1000 രൂപ നൽകി ചരക്കുകൾ വാങ്ങിയതാണ്. ക്യാഷ് പർച്ചേസസ് 1000 രൂപ. അപ്പോൾ
ജേണൽ എൻട്രി എന്തായിരിക്കും? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. പർച്ചേസസ് നോമിനൽ അക്കൗണ്ടാണ്, ഡെബിറ്റ് എക്സ്പെൻസസ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ഗോസ് ഔട്ട്, അതുകൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 1000. ഡെബിറ്റ് റുപ്പീസ് 1000, ക്രെഡിറ്റ് റുപ്പീസ് 1000. ബ്രാക്കറ്റിൽ നരേഷൻ ക്യാഷ് പർച്ചേസസ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്യാഷ് ബേസിസ്, അതിനെയാണ് ക്യാഷ് പർച്ചേസസ് എന്ന് പറയുന്നത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പർട്ടിക്കുലേഴ്സ് കോളം മാത്രം അണ്ടർലൈൻ ചെയ്യുന്നു. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നാലാമത്തത് പരിശോധിക്കാം. 2017 ജനുവരി 15, 15/1/2017 ഡേറ്റ് കാണിച്ചിരിക്കുന്നു. എന്താണ്? വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ₹200. 200 രൂപ വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിച്ചു. അതാണ് ഇവിടെ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ. വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിക്കുമ്പോൾ ഡ്രോയിങ്സ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് കുറയും. വ്യക്തിപരമായ ആവശ്യത്തിന് പൈസയാണ് പിൻവലിച്ചത്. അതുകൊണ്ട് ക്യാഷ് കുറയുന്നത് കൊണ്ട് തന്നെ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എഴുതുന്നു. എമൗണ്ട് എത്രയാണ്? 200 ആണ്. 200 രൂപ. ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. എന്താണ് നരേഷൻ എഴുതുന്നത്? വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിച്ചതാണ്. ഇടപാട് നമ്മൾ റെക്കോർഡ് ചെയ്തത് കഴിഞ്ഞതുകൊണ്ട് തന്നെ പർട്ടിക്കുലേഴ്സ് കോളം അണ്ടർലൈൻ ചെയ്യുന്നു. ആ ഇടപാട് നമ്മൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് 2017 ജനുവരി 16 ഡേറ്റ് കോളത്തിൽ 16/1/2017 എന്ന് എഴുതുന്നു. 16/1/2017 ഡേറ്റ് കാണിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്താണ് അന്ന് നടന്ന ഇടപാട്? സോൾഡ് ഗുഡ്സ് ടു രവി ₹300. 300 രൂപയുടെ ചരക്കുകൾ രവിക്ക് കടമായി നൽകിയതാണ്. ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. ഈ ട്രാൻസാക്ഷനിൽ ഒരു വ്യക്തിയുടെ പേരുണ്ട്. സോൾഡ് ഗുഡ്സ് ടു രവി ഫോർ ക്യാഷ് എന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ ചില ഘടകങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിലെ ഒരാസ്പെക്റ്റ് പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. ഇതിൽ രവീസ് അക്കൗണ്ട് ആയിരിക്കും ഒരാസ്പെക്റ്റ്. നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് ടു രവി എന്ന് പറഞ്ഞാൽ രവി അവിടെ റിസീവറാണോ ഗിവറാണോ? രവിക്ക് ചരക്കുകൾ വിറ്റതാണ്. രവി റിസീവറാണ്. രവി അപ്പോൾ സാധനങ്ങൾ സ്വീകരിക്കുന്ന ആളാണ്. ശരിയല്ലേ? റിസീവറാണെങ്കിൽ എന്തു ചെയ്യണം? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളുണ്ട്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. അതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്. ഹിയർ രവി ഈസ് ദി റിസീവർ ഓഫ് ഗുഡ്സ്. സോ രവീസ് അക്കൗണ്ട് ഡെറ്റർ. രവീസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് ഇൻകമാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻകമാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്. എത്രയാണ് എമൗണ്ട്? 300. ഡെബിറ്റ് കോളത്തിൽ 300, ക്രെഡിറ്റ് കോളത്തിൽ ആ ആസ്പെക്റ്റിന് നേരെ 300. നരേഷൻ എന്താണ്? ക്രെഡിറ്റ് സെയിൽസ്, കടമായിട്ട് ചരക്കുകൾ വിറ്റതാണ്. ക്രെഡിറ്റ് സെയിൽസ്, കടമായിട്ടുള്ള വിൽപ്പന. ഇടപാട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പർട്ടിക്കുലേഴ്സ് കോളം അണ്ടർലൈൻ ചെയ്യുന്നു.
ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് പരിശോധിക്കാം. 2017 ജനുവരി 18. ജനുവരി 18ൻ്റെ ഇടപാടാണ്. ക്രെഡിറ്റ് പർച്ചേസസ് ഫ്രം ശ്യാം. ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. 18/1/2017 ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് ചരക്കുകൾ വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ശ്യാം അവിടെ ആരാണ്? ഗിവറാണ്. ശ്യാം നൽകിയത് കൊണ്ടാണ് നമുക്ക് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. ശരിയല്ലേ? ശ്യാം ഈസ് ദി ഗിവർ ഓഫ് ഗുഡ്സ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. ഹിയർ ശ്യാം ഈസ് ദി ഗിവർ, ശ്യാംസ് അക്കൗണ്ട് ക്രെഡിറ്റഡ്. പർച്ചേസസ് നടത്തിക്കഴിഞ്ഞാൽ എപ്പോഴും പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ശ്യാംസ് അക്കൗണ്ട്, ശ്യാംസ് അക്കൗണ്ട്. എമൗണ്ട് ക്രെഡിറ്റ് പർച്ചേസസ് ഫ്രം ശ്യാം ₹500, 500 രൂപ. എമൗണ്ട് കോളത്തിൽ കാണിച്ചിരിക്കുന്നു. ബ്രാക്കറ്റിൽ നരേഷൻ എന്താണ് എഴുതുക? ക്രെഡിറ്റ് പർച്ചേസസ്, ക്രെഡിറ്റ് പർച്ചേസസ്. നമ്മൾ ആ ഇടപാടും ജേണലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പർട്ടിക്കുലേഴ്സ് കോളം സ്കെയിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് 2017 ജനുവരി 19. ഡേറ്റ് കോളത്തിൽ എന്തെഴുതും? 19/1/2017. എന്താണ് സംഭവിച്ചത്? ക്യാഷ് റിസീവ്ഡ് ഫ്രം രവി ₹150. രവിയുടെ കയ്യിൽ നിന്ന് 150 രൂപ നമ്മൾ സ്വീകരിച്ചു. ക്യാഷ് കംസ് ഇൻ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അത് നൽകിയത് ആരാണ്? രവിയാണ്. രവി ഈസ് ദി ഗിവർ ഓഫ് ക്യാഷ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. ഹിയർ രവി ഈസ് ദി ഗിവർ, സോ രവീസ് അക്കൗണ്ട് ക്രെഡിറ്റഡ്. സോ ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രവീസ് അക്കൗണ്ട്. രവി ഈസ് ദി ഗിവർ ഓഫ് ക്യാഷ്, രവീസ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 150 രൂപ. 150, യെസ്, 150 രൂപ. എന്താണ് നരേഷൻ? അപ്പോൾ നരേഷൻ എന്താണ് എഴുതുക? റിസീവ്ഡ് ക്യാഷ്. ആ ട്രാൻസാക്ഷനും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 2017 ജനുവരി 22. പെയ്ഡ് ടു ശ്യാം ₹500. ശ്യാമിന് 500 രൂപ നൽകി. അപ്പോൾ ശ്യാം ഇവിടെ ആരാണ്? റിസീവറാണ്. റിസീവറായാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ശ്യാംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് എന്നാണ്? 22/1/2017. ശ്യാംസ് അക്കൗണ്ട് ഡെറ്റർ, ശ്യാംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 500 രൂപയാണ് ശ്യാമിന് നൽകിയത്. 500 രൂപ. 500 രൂപ ശ്യാമിന് നൽകിയിരിക്കുന്നു. അവിടെ ശ്യാം ഈസ് ദി റിസീവർ ഓഫ് ക്യാഷ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ദി റിസീവർ, ശ്യാം ഈസ് ദി റിസീവർ, സോ ശ്യാംസ് അക്കൗണ്ട് ഡെബിറ്റഡ്. പെയ്ഡ് മീൻസ് ക്യാഷ് ഗോസ് ഔട്ട്, സോ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റഡ്. അങ്ങനെയാണ് നമുക്ക് ശ്യാംസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്ന ജേണൽ എൻട്രി ലഭിച്ചിരിക്കുന്നത്. നരേഷൻ എന്താണ് എഴുതുക? പെയ്ഡ് ക്യാഷ്, ക്യാഷ് നൽകിയിരിക്കുന്നു. ആ ഇടപാടും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അണ്ടർലൈൻ ചെയ്യുന്നു. ഇടപാട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേറ്റ് ഏതാണ്? 2017 ജനുവരി 24. നമ്മൾ ഡേറ്റ് എങ്ങനെ എഴുതുന്നു? 24/1/2017. കേഡ് സെയിൽസ് ₹1200. ചരക്കുകൾ വിറ്റു.
ശരിയല്ലേ? അപ്പോൾ ക്യാഷ് കംസ് ഇൻ, സെയിൽസ് ഇൻകം ആണ്. Therefore cash account debtor, cash comes in, real account in the rule. Debit what comes in? Cash comes in, cash account debtor. Sales income ആണ്. Therefore to sales account. എത്രയാണ് എമൗണ്ട്? 1200. 1200. ബ്രാക്കറ്റിൽ നരേഷൻ ക്യാഷ് സെയിൽസ്, കേഡ് സെയിൽസ്. ആ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേറ്റ് എന്നാണ്? 2017 ജനുവരി 30. പെയ്ഡ് റെൻറ്റ് റുപ്പീസ് 1000. 1000 രൂപ വാടക നൽകിയിരിക്കുന്നു. പെയ്ഡ് മീൻസ് ക്യാഷ് ഗോസ് ഔട്ട്. റെൻറ്റ് ഇവിടെ ചിലവാണ് അല്ലേ? നൽകുന്ന റെൻറ്റ് ചിലവല്ലേ? അപ്പോൾ ചിലവാണെങ്കിൽ എന്ത് ചെയ്യണം? നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് എക്സ്പെൻസസ് ഓർ ലോസസ്. ചിലവുകളും നഷ്ടങ്ങളുമാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്. ഹിയർ റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ദെർഫോർ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പെയ്ഡ് മീൻസ് ക്യാഷ് ഗോസ് ഔട്ട്. ഡേറ്റ് എന്നാണ്? 30/1/2017. എന്താണ് ജേണൽ എൻട്രി? റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 1000. 1000. ബ്രാക്കറ്റിൽ നരേഷൻ പെയ്ഡ് റെൻറ്റ്, റെൻറ്റ് നൽകിയിരിക്കുന്നു. ഇടപാട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പർട്ടിക്കുലേഴ്സ് കോളം അണ്ടർലൈൻ ചെയ്യുന്നു. ഓരോ ഇടപാടുകൾ കഴിയുമ്പോഴും പർട്ടിക്കുലേഴ്സ് കോളം അണ്ടർലൈൻ ചെയ്യുന്നു. ഇനി അവസാനത്തത് 2017 ജനുവരി 31. പെയ്ഡ് സാലറി റുപ്പീസ് 1500. 31/1/2017 പെയ്ഡ് സാലറി, സാലറി നൽകിയതാണ്. സാലറി ഈസ് ആൻ എക്സ്പെൻസ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് എക്സ്പെൻസസ്. സാലറി എക്സ്പെൻസ് ആണ്. ദെർഫോർ സാലറീസ് അക്കൗണ്ട് ഡെറ്റർ. പെയ്ഡ് മീൻസ് ക്യാഷ് ഗോസ് ഔട്ട് ടു ക്യാഷ് അക്കൗണ്ട് 1500. സാലറീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് 1500. 1500. നരേഷൻ പെയ്ഡ് സാലറി. നമ്മൾ അവസാനത്തെ ഇടപാടും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.